ബാർക്ക്മോർ മോശയെ തിരുനിവാസം നിവർത്തി കഴിഞ്ഞിട്ട് അതും അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അഭിഷേകം ചെയ്തു ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെ അതിൻ്റെ സകല പാത്രങ്ങളെ അഭിഷേകം കഴിച്ചു. ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രധാനികളും പ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരും മേൽവിചാരകന്മാരുമായ ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു. അവർ വഴിപാട് ഈ 2 പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുവൻ ഓരോന്റെ കാളയും ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയെ യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശെയോട്, അവരുടെ പക്കൽ നിന്ന് അവ വാങ്ങുക, അവ സമാഗമന കൂടാരത്തിന്റെ ഉപയോഗത്തിനിരിക്കട്ടെ. ലേവ്യരിൽ ഓരോരുവൻ അവനവന്റെ വേലയ്ക്ക് തക്കവിധം അവ കൊടുക്കണം എന്ന് കൽപ്പിച്ചു. മോശെ വണ്ടികളും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയെയും അവൻ ഗെർശോന്യർക്ക് അവരുടെ വേലയ്ക്ക് തക്കവിധം കൊടുത്തു. 4 വണ്ടിയും 8 കാളയെയും അവൻ മിദ്യാമ്യർക്ക് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഈഥാമാരിന്റെ കൈക്കീഴിൽ അവൻ അവർക്കുള്ള വേലയ്ക്ക് തക്കവിധം കൊടുത്തു. കെഹാത്യർ അവർ ഒന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചതും തോളിൽ ചുമക്കുന്നതുമായിരുന്നു. യാഗപീഠാഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാർ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് കൊണ്ടുവന്നു. യാഗപീഠത്തിന്റെ മുമ്പാകെ പ്രഭുക്കന്മാർ തങ്ങളുടെ വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശെയോട്, യാഗപീഠത്തിന്റെ പ്രതിഷ്ഠയ്ക്കായി ഓരോ പ്രഭു ഓരോ ദിവസം അവനവന്റെ വഴിപാട് കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. 1-ാം ദിവസം വഴിപാട് കഴിച്ചവൻ യഹൂദാ ഗോത്രത്തിലെ അമീനാബാദിന്റെ മകനായ നഹ്ശോൻ. അവന്റെ വഴിപാട് യഹൂദാ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. അവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്ന ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കെൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടിൻകൊറ്റൻ, 1 വയസ്സുള്ള ഒരു ആൺകുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടിൻകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സുള്ള 5 ചെമ്മരിയാട്ടിൻകുട്ടി. ഇത് അമീനാബാദിന്റെ മകനായ നഹശോന്റെ വഴിപാട്. 2-ാം ദിവസം ഇസാഖാരിന്റെ മകളുടെ പ്രഭുവായ സൂവാരിന്റെ മകൻ നെഥനയേൽ വഴിപാട് കഴിച്ചു. അവൻ വഴിപാട് കഴിച്ചത് യഹൂദാ മന്ദിരത്തിലെ തൂക്കപ്രകാരം 110 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കെൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി 2 കാളക്കിടാവ്, ഒരു ആട്ടിൻകൊറ്റൻ, 1 വയസ്സുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടിൻകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സുള്ള 5 കുഞ്ഞാട്. ഇവൻ സൂവാരിന്റെ മകനായ നെഥനയേലിന്റെ വഴിപാട്. 3-ാം ദിവസം സെബുലൂന്റെ മക്കളുടെ പ്രഭുവായ ഹേലോന്റെ മകൻ എലിയാബാദ് വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 110 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 2 ശേക്കെൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടിൻകൊറ്റൻ, 1 വയസ്സുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സുള്ള 5 കുഞ്ഞാട്. ഇത് ഹേലോന്റെ മകൻ എലിയാബാദിന്റെ വഴിപാട്. 4-ാം ദിവസം രൂബേന്റെ മക്കളുടെ പ്രഭുവായ ശെദേയൂരിന്റെ മകൻ എലീസൂർ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 110 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കെൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുംകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സുള്ള 5 കുഞ്ഞാട്. ഇത് ശെദേയൂരിന്റെ മകൻ എലീസൂരിന്റെ വഴിപാട്. 5-ാം ദിവസം ഷെമിയോന്റെ മക്കളുടെ പ്രഭുവായ സൂരീശാദായുടെ മകൻ ശെലൂമിയേൽ വഴിപാട് കഴിച്ചു.
അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 110 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിന് എണ്ണയേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗ്ഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായ ഒരു കാളക്കിടാവ്, ഒരാട്ടിൻകുട്ടൻ, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടിൻകുട്ടൻ, 5 കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സുള്ള 5 കുഞ്ഞാട്. ഇത് സൂരിശദായിയുടെ മകൻ ശെലൂമിയേലിന്റെ വഴിപാട്. ആറാം ദിവസം ഗാദിന്റെ മക്കളുടെ പ്രഭുവായ ദെയൂവേലിന്റെ മകൻ എലിയാഹാസ് വഴിപാട് കഴിച്ചു. എലിയാസാഫ് വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിന് എണ്ണയേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗ്ഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിന് ഒരു കാളക്കിടാവ്, ഒരു ആട്ടിൻകുട്ടൻ, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിന് ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സുള്ള 5 കുഞ്ഞാട്. ഇത് ദെയൂവേലിന്റെ മകൻ എലിയാസാഫിന്റെ വഴിപാട്. ഏഴാം ദിവസം എഫ്രൈമിന്റെ മക്കളുടെ പ്രഭുവായ അമീഹൂദിന്റെ മകൻ എലീശാമ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിന് എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗ്ഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവോ, ഒരു ആട്ടുകൊറ്റൻ, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുംകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സുള്ള 5 കുഞ്ഞാട്. ഇത് അമീഹൂദിന്റെ മകൻ എലീശാമായുടെ വഴിപാട്. എട്ടാം ദിവസം മനശ്ശയുടെ മക്കളുടെ പ്രഭുവായ പെദാസൂരിന്റെ മകൻ ഗമലിയേൽ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിന് എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗ്ഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടിൻകുറ്റൻ, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുംകുറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സുള്ള 5 കുഞ്ഞാട്. ഇത് പെദാസൂരിന്റെ മകൻ ഗമലിയേലിന്റെ വഴിപാട്. 9-ാം ദിവസം ബെന്യാമീന്റെ മക്കളുടെ പ്രഭുവായ ഗദയോനിയുടെ മകൻ അബീദാൻ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിന് എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗ്ഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിന് ഒരു കാളക്കിടാവ്, ഒരാട്ടുംകൊറ്റൻ, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സുള്ള 5 കുഞ്ഞാട്. ഇത് ഗദയോനിയുടെ മകൻ ഈദാദിന്റെ വഴിപാട്. 10-ാം ദിവസം ദാന്റെ മക്കളുടെ പ്രഭുവായ അമീഷദായുടെ മകൻ അഹിയേസർ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗ്ഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിന് ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിന് ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സുള്ള 5 കുഞ്ഞാട്. ഇത് അമീഷദായുടെ മകൻ അഹിയേസറിന്റെ വഴിപാട്. 11 ദിവസമായി ആശേരിന്റെ മക്കളുടെ പ്രഭുവായ ഒക്രോന്റെ മകൻ പഗിയേൽ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയമാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗ്ഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, ഒരു വയസ്സുള്ള 5 കുഞ്ഞാട്. ഇത് ഒക്രോന്റെ മകനായ പഗിയേലിന്റെ വഴിപാട്. 12-ാം ദിവസം നഫ്താലിയുടെ മക്കളുടെ പ്രഭുവായ ഏനാന്റെ മകൻ അഹീര വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം
30 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സുള്ള 5 കുഞ്ഞാട്. ഇത് ഏനാന്റെ മകൻ അഹീരയുടെ വഴിപാട്. യാഗപീഠാഭിഷേകം ചെയ്ത ദിവസം ഇസ്രായേൽ പ്രഭുക്കന്മാരുടെ പ്രതിഷ്ഠാ വഴിപാട് ഇതായിരുന്നു: വെള്ളിത്തളിക 12, വെള്ളിക്കിണ്ണം 12, പൊൻകലശം 12. വെള്ളിത്തളിക ഒന്നിന് തൂക്കം 130 ശേക്കൽ, കിണ്ണം ഒന്നിന് 70 ശേക്കൽ. ഇങ്ങനെ വെള്ളിപ്പാത്രം ആകെ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 2400 ശേക്കൽ. ധൂപവർഗം നിറഞ്ഞ പൊൻകലശം 12. ഓരോന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 10 ശേക്കൽ വീതം. കലശങ്ങളുടെ പൊന്ന് ആകെ 120 ശേക്കൽ. ഹോമയാഗത്തിനുള്ള നാൽക്കാലികൾ എല്ലാം കൂടി: കാളക്കിടാവ് 12, ആട്ടുകൊറ്റൻ 12, 1 വയസ്സുള്ള കുഞ്ഞാട് 12. അവയുടെ ഭോജനയാഗം: പാപയാഗത്തിനായി കോലാട്ടുകൊറ്റൻ 12, സമാധാനയാഗത്തിനായി നാൽക്കാലികൾ എല്ലാം കൂടി കാള 24, ആട്ടുകൊറ്റൻ 60, കോലാട്ടുകൊറ്റൻ 60, 1 വയസ്സുള്ള കുഞ്ഞാട് 60. യാഗപീഠത്തെ അഭിഷേകം ചെയ്ത ശേഷം അതിന്റെ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് ഇതുതന്നെ. മോശ തിരുമുമ്പിൽ സംസാരിക്കാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിൽ 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു: ദൈവമേ സ്തുതിക്കുകയെന്ന്.